എൻ്റെ പേര് റോസെല്ലോ മേജോ. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂൺ 11 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മ മാതാവും ഈശോയും തന്ന ഒരു വലിയ രോഗസൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് 2 വർഷമായിട്ട് ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ നട്ടലിന് വളവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദ മരുന്നും ഒക്കെ കഴിച്ചു നോക്കിയെങ്കിലും യാതൊരു മാറ്റവും എനിക്ക് നടുവേദനയിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര നടുവേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നത്. എല്ലാ ദിവസവും എനിക്ക് അവിടുന്ന് നടുവേദന അനുഭവപ്പെടുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും റൂമിലുള്ളവരൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, അമ്മ മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്കൊരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നടുവേദന വരുമായിരുന്നു. അങ്ങനെ നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും എനിക്ക് നടുവേദനയായിരുന്നു. ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഞാനിപ്പോൾ B2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ പല ക്ലാസ്സുകളും ഈ നടുവേദന കാരണം മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് വേദന വന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഫിസിയോതെറാപ്പി ഒന്നും ചെയ്താൽ മാറില്ല, മരുന്ന് കഴിച്ചാലും മാറില്ല, നട്ടലിന് ഓപ്പറേഷൻ തന്നെ ചെയ്യണം, എന്നാലേ ഇത് മാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഇത് കേട്ടപ്പോൾ വല്ലാണ്ട് തളർന്നു പോയി. കാരണം എല്ലാവരും പോലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പണിയെടുക്കാൻ പറ്റില്ല, ഒരു വെയിറ്റ് എടുക്കാൻ പറ്റില്ല, മര്യാദയ്ക്കൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോകണമായിരുന്നു. വേദനയൊക്കെ വരുമ്പോൾ ഇഞ്ചക്ഷൻ വയ്ക്കും. ആ ഇഞ്ചക്ഷനിലോട് മാത്രം ഞാനൊന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് രാത്രിയൊക്കെ ഹോസ്റ്റലിലൊക്കെ. അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആൾക്കൂടെ തളർന്നു പോയി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ പപ്പേനെ അമ്മേനെ വിളിച്ചു. പപ്പയും അമ്മയും പറഞ്ഞു, മോള് പേടിക്കണ്ട, അമ്മ മാതാവുണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, അമ്മ അത് മാറ്റിത്തരും പറഞ്ഞു. എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു. അപ്പം പപ്പ പറഞ്ഞു, നമുക്ക് എന്തായാലും കൃപാസനത്തിൽ പോകാം, മാതാവിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് അച്ഛനെ കാണാൻ പറ്റുവാണെങ്കിൽ അച്ഛനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി. അപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ എൻ്റെ നട്ടലിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ എക്സ്റേ അമ്മ മാതാവിൻ്റെയും ഈശോൻ്റെയും അടുത്ത് കൊണ്ട് ചെന്ന് അച്ഛൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പിന്നെ എൻ്റെ അടുത്ത് അച്ഛൻ വന്നിട്ട് പിന്നെയും എൻ്റെ നട്ടലിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മേൻ്റെ കയ്യിൽ സൈത്ത് തേച്ച് കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, വാഷ്റൂമിൽ പോയിട്ട് മോളുടെ നട്ടലിന് ഇത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് തേക്കണം എന്ന് പറഞ്ഞു. അമ്മ അതേപോലെ തന്നെ എന്നെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് മേലെ മുതൽ താഴെ വരെ എൻ്റെ നട്ടലിൽ ഈ സൈത്ത് വിശ്വാസപ്രമാണം ചൊല്ലി തേച്ച് തന്നു. അങ്ങനെ ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ഇവിടുന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാനിനി ഈ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ എനിക്കത് ഈ നടുവേദന മാറി എന്നുള്ള സാക്ഷ്യം പറയുന്നതായിരിക്കും മാതാവേ, ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിട്ട് അന്ന് ഞാൻ ഈ കൃപാസനത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് അത്രയും വയ്യാണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. എനിക്കൊന്ന് ഇവിടെ ഉള്ളവരിയ്ക്കുന്ന പോലെ ഒന്നും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കരഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൽ നിന്നിരുന്നത്. അങ്ങനെ ഞാൻ അമ്മ എനിക്ക് തേച്ച് തന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി പിറ്റേന്ന് മുതൽ ഇന്നേക്ക് 3 മാസമായി. നടുവേദന എന്താണെന്നുള്ളൊരു കാരണം പോലും, നടുവേദന എന്താണെന്ന് പോലും മാതാവ് ഇന്നേ വരെ എന്നെ അറിയിച്ചിട്ടില്ല. എനിക്ക് ഇതുവരെ ആ നടുവേദന 3 മാസമായിട്ട് പിന്നെ വന്നിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ നെഞ്ചിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഓപ്പറേഷൻ ഇല്ലാണ്ട് ജീവിതത്തിൽ ഒരിക്കലും മാറില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. മുഴയും പഴുപ്പും ഒക്കെ ആയിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായിരുന്നു അന്ന് ഉടമ്പടി എടുത്തിരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇന്നേക്കത് 3 വർഷമായി. അപ്പോൾ അമ്മ അന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്കത് മാറിയെങ്കിലും എനിക്ക് അമ്മമാർ തന്ന രോഗസൗഖ്യമായതുകൊണ്ട് എനിക്കിതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറയുന്നത്. അന്ന് എൻ്റെ നെഞ്ചിലെ മുഴ
ഓപ്പറേഷൻ ഇല്ലാണ്ട് മാറില്ല, ജീവിതത്തിൽ ഒരിക്കലും മാറില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു നെഞ്ചിൽ. ഞാൻ വിചാരിക്കും ഞാൻ ഇനി ചിലപ്പോൾ മരിച്ചു പോകുമോ, അങ്ങനെ വേദനയായിരുന്നു എനിക്ക്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ 2-3 വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് വയ്യാണ്ട് ഓപ്പറേഷൻ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കരമായിട്ട് പഴുപ്പുണ്ട്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പഴുപ്പ് മാറാണ്ട് ചെയ്ത് അത് മൊത്തം സ്പ്രെഡായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ 2-3 വട്ടം വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അമ്മ എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, വീട്ടിലെല്ലാവരും എനിക്ക് വേണ്ടി ഭയങ്കര പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം എനിക്ക് പിന്നെയും പെട്ടെന്ന് വയ്യാണ്ടായി, ഭയങ്കരമായിട്ട് നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ ഓപ്പറേഷനായിട്ട് തന്നെ അന്ന് എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നും ഡോക്ടർ അന്ന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പഴുപ്പ് കൂടുതലാണ്, ഇത് കുറയാണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പഴുപ്പ് മാറാനുള്ള മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ചെങ്കിലും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ്റെ 1 വർഷം മുന്നത്തെ ധ്യാനം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ അച്ഛൻ പറയുന്നുണ്ട്, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ ടൈമിൽ അച്ഛൻ പറയുന്നുണ്ട്, ശരീരത്തിൽ മുഴയും പഴുപ്പും ഉള്ള ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്. 6 എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വ്യക്തിയെയാണ്. എൻ്റെ പേര് റോസലോ എന്നാണ്. അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞു അത് മോളെ തന്നെയാണ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, അത് മോളെ തന്നെയാണ് ദൈവം സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ തന്നെയാണ് ഈശോ സുഖപ്പെടുത്തുന്നതെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 1 യോഹന്നാൻ 4:4 പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിലുള്ളവൻ ഭൂമിയിലുള്ളവനേക്കാൾ വലിയവനാണെന്ന്. അപ്പം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ഉള്ളിലുള്ള ഈശോ എൻ്റെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയാൽ ഏത് ഡോക്ടർമാർ എൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാതെ തന്നെ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ നെഞ്ചിൽ ഒരു മുഴയുണ്ടായിരുന്ന പാടോ ഒരു പഴുപ്പോ ഒരു വേദന പോലും ഇല്ലാണ്ടാണ് അമ്മ മാതാവിനെയും ഈശോ എന്നെ സുഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അവിടുന്ന് എനിക്ക് ശക്തമായിട്ടൊരു ഷോക്ക് അടിച്ചിരുന്നു. ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ അലക്കാൻ പോയപ്പോൾ അപ്പോൾ ഒരു സ്വിച്ച് ഇട്ടതാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്ക് അടിച്ച് ഞാൻ പുറകോട്ടേക്ക് പോയി. ഒരു കാലം ഞാൻ പുറകോട്ട് വെച്ചിരുന്നു. ഞാൻ ആ ടെറസിൻ്റെ മുകളിൽ നിന്നായിരുന്നു താഴേക്ക് വീഴായിരുന്നേ. എന്നെ ആരോടെ താങ്ങി നിർത്തിയ പോലെ എനിക്ക് തോന്നിയേ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയതെന്ന്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അമ്മ മാതാവിൻ്റെ ഉപ്പ് എനിക്ക് വായിൽ വെച്ച് തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് തല ഇറങ്ങി വീണു. എനിക്ക് കണ്ണിലേക്കൊക്കെ വല്ലാണ്ട് ഇരുട്ട് കയറാൻ തുടങ്ങി, കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി, ഞരമ്പൊക്കെ വീർത്തു, ഞാൻ തല ഇറങ്ങി വീണു. പിന്നെ എനിക്ക് ബോധം വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെയോ ഡോക്ടർമാർ എൻ്റെ നെഞ്ചത്ത് വെക്കുന്നുണ്ട്, കാലിൽ വെക്കുന്നുണ്ട്, എന്തൊക്കെയോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ കൂടെ വയ്യാണ്ടായി പോയിരുന്നു ആ ടൈമിൽ. ഓരോ ചെക്കപ്പ് കഴിഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ECG ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ പറഞ്ഞ ഓരോ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെക്ക് ചെയ്തപ്പോൾ അമ്മയും പപ്പയൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോൾക്ക് ഒന്നും വരരുത്, അവളെ കാത്തുകൊള്ളണേന്ന് പറഞ്ഞിട്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും അമ്മ മാതാവിൻ്റെ കരുണയും മൂലം അമ്മ മാതാവ് എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് അമ്മ മാതാവിനെ രക്ഷിച്ചുകൊണ്ട് വന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാറിനും ഞാൻ 1000 നന്ദി പറയുന്നു. ദൈവം ചെയ്ത 2 വലിയ അത്ഭുതങ്ങളും അതേപോലെ തന്നെ സംരക്ഷണവുമാണ് നമ്മൾ കേട്ടത്. ഒരു രക്തസ്രാവക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ വിശ്വാസത്തോടെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പല ഡോക്ടേഴ്സിനടുക്കൽ പോയിട്ടും 12 വർഷമായി ചികിത്സ നടത്തിയിട്ടും സൗഖ്യം കിട്ടാതിരുന്നത് വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രത്തിൽ നിന്ന് സ്പർശിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെയുള്ള ഒരു സൗഖ്യമാണിത്. ഡോക്ടേഴ്സിനടുക്കിലേക്ക് ചെന്നിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്നത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ധ്യാനം കൂടി പരിശുദ്ധ അമ്മയോട് നേരിട്ട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, മാധ്യസ്ഥ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സൗഖ്യം റസലിലേക്ക് ലഭിച്ചു.
ഡോക്ടേഴ്സ് പറഞ്ഞത് സർജറിയാണ്. എന്നാൽ 2 പ്രാവശ്യവും ഒരു സർജറിയും കൂടാതെ തന്നെയാണ് റസല്ല സൗഖ്യത്തിലേക്ക് വരുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം, ശക്തമായിട്ടുള്ള മാധ്യസ്ഥം കൊണ്ടാണ്. Efesians 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. സ്വാഭാവികമായ രീതിയിൽ വെച്ചാണെങ്കിൽ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. എന്നാൽ അതൊന്നും കൂടാതെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.